ഇന്ന് നമുക്കൊരു ഡിന്നർ മീലിൻ്റെ പ്രിപ്പറേഷൻ കാണാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ളൊരു പാസ്ത റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പാസ്ത ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഒലിവ് ഓയിലും ഉപ്പും ചേർത്ത് വെള്ളത്തിൽ പാസ്ത വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസ് ആയിട്ട് ക്യാരറ്റ് അരിഞ്ഞത്, സ്പ്രിംഗ് ഒണിയൻ, ക്യാപ്സിക്കം, ഗാർലിക്. ഞാനിവിടെ ചിക്കൻ പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ്. ബോൺലെസ് ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്തിരി ഒറിഗാനോ, പിന്നെ ഇത്തിരി ഒലിവ് ഓയിലും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. സാധാരണഗതിയിൽ സോയ സോസ് കൂടി ആഡ് ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ സോയ സോസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സോയ സോസ് ആഡ് ചെയ്തിട്ടില്ല. സോയ സോസ് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ്, വേറൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. പാൻ അടുപ്പത്തേക്ക് വെച്ച് പാനിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക്കും ആ സ്പ്രിംഗ് ഒണിയൻ്റെ തണ്ട് ഭാഗം, ആ ഉള്ളിത്തണ്ട് ഭാഗവും കൂടെ ചേർക്കാം. സോട്ട് ചെയ്ത് കൊടുക്കുക. അതൊന്ന് സോട്ടായി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്ത് കഴിഞ്ഞ് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ മൂടി വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ ആയി കഴിഞ്ഞ സമയത്ത് നമുക്കതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റ്, നമ്മുടെ ക്യാപ്സിക്കം, ഇത്തിരി സ്പ്രിംഗ് ഒണിയൻ്റെ ആ ഗ്രീൻ ലീഫ്, ആ ഇല ഭാഗവും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒത്തിരി സമയമൊന്നും വേണ്ടി വരത്തില്ല, കാരണം പെട്ടെന്ന് ഇത് പൊടിയായിട്ട് അരിഞ്ഞിരിക്കുന്നത് കൊണ്ട് മൂടി വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ സോട്ടായി കിട്ടും. ഈ സമയത്ത് വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ ചിക്കനും വെജിറ്റബിൾസും എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ പാസ്ത ആഡ് ചെയ്യാം കേട്ടോ. ആ ബോയിൽ ചെയ്ത് വെച്ച പാസ്ത നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്ത് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ആ വെജിറ്റബിൾസും ചിക്കനും പാസ്തയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒറിഗാനോ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇത്തിരി സ്പൈസി ആയിട്ട് ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മുടെ സ്പ്രിംഗ് ഒണിയൻ കൂടെ ചേർത്ത് നന്നായിട്ട് ഗാർണിഷ് ചെയ്ത് ഒന്ന് ഫൈനലായിട്ട് ഇളക്കി ഒരു 2-3 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് സ്റ്റൗ ഓഫാക്കി അടച്ച് വെച്ചേക്കാം.